അപ്പൊ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് പുറ്റേക്കാട് ഫിറോസ്ക എന്ന് പറഞ്ഞ ആളെ വീട്ടിലുള്ളത്. ഒരു പാമ്പുണ്ട്, പെരുമ്പാമ്പാന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. ഞാൻ ഏതായാലും വന്ന് നോക്കി, ഇതിനുള്ളിൽ ഒരു പെരുമ്പാമ്പ് കാണുന്നുണ്ട്. വേറെ പാമ്പൊന്നും ഉണ്ടാവില്ലേക്കും. അപ്പൊ നിങ്ങളൊക്കെ ഞാൻ പാമ്പിനെ എടുത്ത് പോകുമ്പോൾ ഇങ്ങനെ തന്നെ നോക്കി വെക്കണം കേട്ടോ. ബേക്കറി ഓടി കെട്ടി മരുന്നൊന്നും പോകരുത്. പാമ്പിന്റെ കയ്യാണ് ഉണ്ടാകുക. നിങ്ങളാരും ഒന്നും ബേജാറാണ്ട. നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ എത്തുക. ഞാൻ എങ്ങനെയാണ് ഇത് റെസ്ക്യൂ ചെയ്യുന്നതെന്ന് കണ്ട് നോക്കി നിൽക്കുക കേട്ടോ. അവിടെ നിന്ന് വിളി. അപ്പൊ നമ്മൾ ഈ ഒരു പാമ്പിനെ എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വാരി വലിച്ചെടുക്കാനൊന്നും പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ വേറെ പാമ്പ് ഉണ്ടോ എന്നാവും എന്നൊക്കെ നോക്കണം. നമ്മൾ ഒരു പാമ്പിനെ പിടിക്കാൻ പോയിട്ട് 1, 2, 3 ഒക്കെ പിടിച്ച ചരിത്രമുണ്ട്. അപ്പൊ നമ്മൾ ഒന്നിനെ ഉദ്ദേശിച്ച് അത് മാത്രം എടുക്കുമ്പോൾ വേറെ ശ്രദ്ധിക്കണം. മനസ്സിലായി? ഇതിപ്പോൾ ഒരു വിഷമില്ലാത്ത ഒരു പെരുമ്പാമ്പാണ്. കടിയേറ്റ വലിയ മുറിയൊക്കെ ആവുന്നുള്ളൂ. എന്നാലും നമുക്ക് തെറ്റില്ലാത്ത മുറി, ചെറിയ മുറികളൊക്കെ ആണെങ്കിൽ നമുക്ക് സോപ്പിട്ട് കഴുകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ മറ്റുള്ള പാമ്പുകളുടെ കടിയൊക്കെ എത്തിക്കാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇതാണ് നിങ്ങൾ ഇതൊക്കെ മൂർഖൻ്റെ ബൈറ്റാ. വിരലൊന്നും മടങ്ങൂല. അങ്ങനെ കൈപ്പോയി ഇങ്ങനെ തന്നെ ഉള്ളൂ. ആളുടെ കണ്ണു കുത്താക്കാൻ നല്ല സുഖമാണ്. അപ്പം എന്തായാലും നമ്മളെ ഇതിനെ എടുത്താടാ. അതാ ആള് നല്ല ഉസാറായിട്ട് അവിടെ ഇങ്ങനെ ആളുണ്ട്. ചാടൊക്കെ ചെയ്യും. പാമ്പല്ലേ, പാമ്പേ ചാടൊക്കെ ചെയ്യാറ്. എന്തോ ഒരു ഗഡ്സോ എന്തോന്ന് കുടുങ്ങിന്. ചാക്ക് അവിടെ വെച്ചോളി, അവിടെ ചാതി അവിടെ ചോളി. അതിന് ഇത് കൗത്തിലേ എന്തോ ഒരു ഗഡ്സ് എന്തോന്ന് കുടുങ്ങിന്. അപ്പോ ഇതിപ്പോ ഏതായാലും പാമ്പ് സേഫായി. അപ്പൊ ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. നല്ല കടി കിട്ടും. നല്ലേ വീഡിയോ കെട്ടിയതാളി.